ദ ഡീപ് ഡൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഡോക്ടർ ആയിദൽ ഖർണിയുടെ ഡോണ്ട് ബി സാഡ് എന്ന പുസ്തകത്തിലെ ആശയങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിലെ വളരെ രസകരമായ ഒരു ഭാഗമാണ്. തേനീച്ചക്കൂട് തകർക്കാതെ തേനെടുക്കുക. ആ തലക്കെട്ട് തന്നെ അല്ലേ? അതെ, കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. കൃത്യമായി. അപ്പോ സൗമ്യതയുടെ ഒരു പ്രാധാന്യം, അതെങ്ങനെ വേണം എന്നതിനെക്കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത്. നമുക്കതിലേക്കൊന്ന് കടന്നു നോക്കാം. തുടങ്ങുന്നത് തന്നെ ഒരു ഹദീത്തിലെ ആശയമാണ്. സൗമ്യത അതെന്തിലുണ്ടായാലും അതിനെ ഭംഗിയാക്കും, അത് പോയാലോ വികൃതമാക്കും. വളരെ സിമ്പിളാണ് ആശയം. വളരെ ലളിതങ്ങളെങ്കിലും ആഴത്തിലുള്ളൊരു ചിന്തയാണത്. അതെ. എന്നിട്ടാണ് ആ തേനീച്ചയുടെ ഉദാഹരണത്തിലേക്ക് വരുന്നത്. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു തേനീച്ച ഒരു പൂവിൽ വന്നിരിക്കുന്നു. എന്നിട്ട് ആ പൂവിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ, അതിന്റെ നിറം കെടുത്താതെ, വളരെ മൃദുവായിട്ട് അതിന്റെ ആവശ്യം, അതായത് തേൻ ശേഖരിച്ച് മടങ്ങുന്നു. അതെ അതെ, പൂവിനൊരു നോവുമില്ല, തേനീച്ചയ്ക്ക് വേണ്ടതും കിട്ടുകയും ചെയ്തു. എക്സാക്ട്ലി. ഉപദ്രവിക്കാതെ കാര്യം നേടുന്ന ഒരു മനോഹരമായ ചിത്രം. ശരിയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് വെറുമൊരു നല്ല പെരുമാറ്റത്തിന്റെ കാര്യം മാത്രമല്ല ഗ്രന്ഥകർത്താവ് പറയുന്നത്. അതെ, ഇതിനൊരു ആത്മീയ തലം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, സൗമ്യതയ്ക്ക് അള്ളാഹു പ്രതിഫലം നൽകുമെന്ന്. പരുഷമായ ഒന്നിനങ്ങനെ പറയുന്നില്ല. ശരിയാണ്. അതായത് വെറും സാമൂഹിക മര്യാദ എന്നതിലുപരി. അതെ, അതൊരു വിജയിച്ച മനുഷ്യന്റെ, ദൈവപ്രീതി നേടിയ ആളുടെ ലക്ഷണമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, ആത്മീയമായ ഒരു ഉയർച്ച കൂടിയാണ് ഇതിലൂടെ കിട്ടുന്നത്. ഇനി അതിന്റെ പ്രായോഗിക വശത്തേക്ക് വരുമ്പോഴാണ് ചില ആളുകൾ ഒരു കാന്തം പോലെയാണെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് കൊള്ളാം. കാന്തം പോലെ. അതെ, അവരുടെ അടുത്തേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടും. എന്തുകൊണ്ടാ? അവരുടെ ആ ഒരു സൗമ്യമായ സംസാരം, നല്ല ഇടപെടൽ, മാന്യമായ രീതികൾ. ശരിയാണ്, ഹൃദ്യമായ പെരുമാറ്റം. അതെ, മറ്റുള്ളവരുടെ സ്നേഹം, സൗഹൃദം, ഇതൊക്കെ നേടുന്നതൊരു കലയാണെന്നും അത് കൂടുതൽ വഴങ്ങുന്നത് ഈ മാന്യരും ദൈവഭക്തിയുള്ള ആളുകൾക്കുമാണെന്നും പറയുന്നു. അവരുടെ കൂടെ ഇരിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണെന്ന് തോന്നും. ഈ സൗഹൃദം നേടുന്ന കല എന്ന് പറയുമ്പോൾ അത് വെറും പുറംപൂച്ചല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, അകത്തു നിന്നു വരുന്ന ഒരു ആത്മാർത്ഥത, നാണ്യത, ദൈവത്തോടുള്ള ഒരു ഭയം, സ്നേഹം, അതാണ് അതിന്റെ അടിസ്ഥാനം. അല്ലാതെ മുഖസ്തുതി പറയുന്നതോ അഭിനയിക്കുന്നതോ അല്ല. തീർച്ചയായും. ആത്മാർത്ഥതയില്ലാത്ത ഒന്നിനും നിലനിൽപ്പില്ലല്ലോ. അതെ. അപ്പോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആലോചിക്കാം. നിങ്ങളുടെ സംസാരത്തില്, പെരുമാറ്റത്തിൽ ഒരൽപ്പം കൂടി സൗമ്യത കൊണ്ടുവന്നാൽ അതെങ്ങനെയായിരിക്കും നിങ്ങളുടെ ബന്ധങ്ങളെ സ്വാധീനിക്കുക? ചിലപ്പോൾ ഒരു ചെറിയ മാറ്റം മതിയാവും. ശരിയാണ്. ഈ ആശയത്തിന് ശരിക്കും അടിവരയിടുന്ന ഒരു ഖുർആൻ വചനം കൂടി പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്ത്. പറയൂ. അതായത്, ഏറ്റവും നല്ലതുകൊണ്ട് നീ തിന്മയെ തടുക്കുക, അപ്പോൾ നിന്നോട് ശത്രുതയിൽ കഴിയുന്നവൻ ഒരു ഉറ്റ ബന്ധു എന്നോണം ആയിത്തീരും. സുബ്ഹാനല്ലാഹ്, എത്ര ശക്തമായ വാക്കുകളാണ്. തിന്മയെ തടുക്കാൻ പറയുന്നത് തിന്മ കൊണ്ടല്ല, ഏറ്റവും നല്ലതുകൊണ്ട്. അതെ, പുസ്തകത്തിൽ അതിന്റെ വിശദീകരണമായി പറയുന്നത്, ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുക, മോശമായി പെരുമാറുന്നവരോട് വിട്ടുവീഴ്ച ചെയ്യുക, ഇതൊക്കെയാണ് വിശ്വാസികളോട് അല്ലാഹു പറയുന്നതെന്നാണ്. കൃത്യമാണ്. ഈ ആയത്ത് ശരിക്കും ഒരു വഴികാട്ടിയാണ്. ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിന്. ശത്രുവിനെ പോലും മിത്രമാക്കാൻ കഴിയുന്ന ഒരു ശക്തി, അതാണ് നന്മയും സൗമ്യതയും. കഠിനമായ ഹൃദയങ്ങളെപ്പോലും മാറ്റാൻ അതിന് കഴിയും. അതെ, അതൊരു പരിവർത്തനത്തിനുള്ള താക്കോല് പോലെയാണ്. തിന്മയുടെ ആ ഒരു ശക്തിയെ അതില്ലാതാക്കും, പകരം നന്മയുടെ പ്രകാശം വരും. അപ്പോ ചുരുക്കത്തില് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആ തേനീച്ചയെ ഓർക്കണം, അല്ലേ? തീർച്ചയായും. നമ്മുടെ ലക്ഷ്യങ്ങൾ, ആവശ്യങ്ങളൊക്കെ നേടുമ്പോഴും മറ്റുള്ളവർക്ക് ഒരു ഭാരമാവാതെ, അവരെ മുറിവേൽപ്പിക്കാതെ, ആ കൂട് പൊളിക്കാതെ തേനെടുക്കുന്ന പോലെ. അതെ, ഉപദ്രവിക്കാതെ നന്മ സ്വീകരിക്കുക, നന്മ ചെയ്യുക. നമ്മുടെ ഇടപെടലുകൾ, ബന്ധങ്ങളൊക്കെ അതോടെ കൂടുതൽ മധുരമുള്ളതാവും. അതെ, ജീവിതം കുറച്ചുകൂടി ഭംഗിയുള്ളതാവും. അപ്പോ ഇവിടെ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി. നിങ്ങളുടെ ദിവസേനയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ചെറിയൊരു ദേഷ്യമോ പരുഷമായ വാക്കോ വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഓർത്തുനോക്കൂ. ആ സമയത്ത് ഈ തേനീച്ചയുടെ രീതി, അതായത് സൗമ്യത കൈവിടാതെ കാര്യം നേടുക എന്നുള്ളത് ഒന്ന് ബോധപൂർവ്വം ശ്രമിച്ചാൽ ആ സാഹചര്യത്തിന്റെ ഒരു രുചി എങ്ങനെ മാറുമായിരിക്കും? ശരിയാണ്.
ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. പരുഷമായ ഒന്നിനു പകരം ആ സൗമ്യതയുടെ ഒരു തേൻ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. അതെ, അത് വ്യക്തിപരമായും നമ്മുടെ ചുറ്റുമുള്ളവർക്കും എന്തു പോസിറ്റീവായ മാറ്റം കൊണ്ടുവരും എന്ന് ചിന്തിക്കുന്നത് ഈ പാഠം ജീവിതത്തിൽ പകർത്താൻ ഒരു പ്രചോദനമാകും.